ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഒരു ലോങ് വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അത് പൂരിയാണ്. പൂരിയും പിന്നെ ആലുവും ഇതും ഗ്രീൻ പീസും ആലുവും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയ കറി. അത് ആണ് ഞങ്ങളുണ്ടാക്കി ഇന്ന് രാവിലെ കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഞാനും കുഞ്ഞുമോളും കൂടി ഇരുന്ന് കഴിച്ച് കഴിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാം, ഈ പൂരി ജസ്റ്റ് ആട്ട എടുത്ത് കുഴച്ച് സാധാരണ നോർമൽ വെള്ളത്തിലാണ് കുഴച്ചുണ്ടാക്കിയത്. ആലുവും ക്യാരറ്റും ഞങ്ങൾ കുക്കറിലിട്ട് വേവിച്ച് പിന്നെ അതെല്ലാം സെപ്പറേറ്റ് അരിഞ്ഞുണ്ടാക്കി ഞങ്ങൾ കഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ചാമ്പയും പേരയ്ക്കായും കൂടെ ഉണ്ട്. പിന്നെ കഴിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മുകളിൽ ആ റൂഫ് ഇട്ട് കഴിഞ്ഞ് അവിടെ ഒന്ന് അടിച്ച് തുടച്ചില്ലായിരുന്നു, ഇതുവരെ അടിച്ചില്ലായിരുന്നു. ഭയങ്കര പൊടിയായിരുന്നു അവിടെ. അതെല്ലാം അടിക്കാനായിട്ട് പിന്നെ ഞാനും ബെന്നിച്ചേട്ടനും കൂടെ അങ്ങ് പോയി. ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. അതുകൊണ്ട് ബെന്നിച്ചേട്ടനാണെങ്കിൽ മാസ്കൊക്കെ വെച്ച് ആണ്. ഞാനാണെങ്കിൽ ഒരു ഷാളെടുത്ത് മൂക്കും തലയും കഴുത്തും എല്ലാം പൊതിഞ്ഞ്. അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കൂടെ എൻ്റെ പൊന്നോ, നമുക്ക് അലർജി ഒന്നാമതേ ഉള്ളതാണ്. അതുകൊണ്ട് കുറേ അടിക്കാനുണ്ടത്. മൊത്തം അടിച്ച് ബെന്നിച്ചേട്ടനാണെങ്കിൽ ഭാവി ഈർക്കിൽ ചൂല് വെച്ച് മൊത്തം അടിച്ച്, ഞാനാണെങ്കിൽ മറ്റേ ഓലച്ചൂല് അത് വെച്ചും അടിച്ച്. അങ്ങനെ ഞങ്ങളൊരു പണി ഒരു 1.25 മണിക്കൂറുണ്ടായിരുന്നു. എൻ്റെ പൊന്ന്, അതെല്ലാം ചെയ്യുവാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെന്നിച്ചേട്ടൻ. ആദ്യം എല്ലാം അടിച്ച് പെറുക്കി എല്ലാം വെച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ അടിച്ച്. ഇനി ഇതെല്ലാം ഒന്ന് അടിച്ചിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വെള്ളം വെച്ച് കഴുകാനൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ കുനിഞ്ഞ് പിറക്കിയും കുഞ്ഞും നിന്നും ഒക്കെ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ബെന്നിച്ചേട്ടൻ പിന്നെ പാവം ഇരുന്നോണ്ടൊക്കെയാണ് അടിക്കുന്നത്. ഇടയ്ക്ക് ഞാനാണ് ഇതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് വേറെ ആരും വീഡിയോ പിടിക്കാനില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ സൈഡിലും കൊണ്ട് വെച്ച് ഒക്കെയാണിത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുമുണ്ട്. ഒന്നാമത് സമയമാണെങ്കിൽ ഒരു 10:30-11 മണിയായിരുന്നു സമയം. ആ സമയത്ത് നല്ല ചൂടായിരുന്നു. ഒന്നാമത് ആ റൂഫിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൂട് വരുമല്ലേ, ആ ചൂടും എല്ലാം കൂടി ആയപ്പം അങ്ങനെ അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ. അതിനിടയ്ക്ക് താഴത്തെ ഒരു ഇതൊക്കെ കാണിച്ചു. ഞാനാണ് ഇടയ്ക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പം കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ലേ ഇങ്ങനെ പിടിക്കുന്നത്, അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് നോക്കുന്നത്. എന്ത് പൊടിയാന്ന് നോക്കിയേ, ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പൊടിയാണ് അവിടെ മൊത്തം. ഇനിയിപ്പം നമുക്ക് ഇത് അടിച്ച് വാരി കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ലതും കഴുകി നല്ല ക്ലീനാക്കിയൊക്കെ കഴിഞ്ഞാൽ നമുക്കവിടെ പോയി ഇരിക്കുവോ, നമുക്ക് കസേരയോ പായോ എന്തെങ്കിലും പ്ലാസ്റ്റിക് പായോ ഒക്കെ ഇട്ടാണെങ്കിലും നമുക്ക് ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. കസേര ഇട്ടിരിക്കുകയും ചെയ്യാൻ പറ്റും. അല്ല ആർക്ക് നമുക്കിങ്ങനെ വല്ല പാർട്ടിയോ മീൻസ് എന്തെങ്കിലും ഒരു 2-3 പേര് കൂടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് സംസാരിക്കാനും നടത്താനും ഒക്കെ നല്ലൊരു
പിന്നെ മഴക്കാലത്ത് ഇനി അഴ കെട്ടി അവിടെ ഇനി തുണി ഇടാമല്ലോ, ഒന്നുമില്ലല്ലോ. അതും വലിയ ഉപകാരം. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പം നമുക്ക് തുണി ഇടാൻ പറ്റുന്നില്ലല്ലോ, മുറ്റത്തിട്ടാൽ നനയുമല്ലോ. അപ്പോൾ ഇതാകുമ്പം ഒരു അഴ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അഴ കെട്ടുമോ മറ്റേ ഇത് ഡ്രസ്സൊക്കെ ഇടുന്ന സ്റ്റാൻഡ് കൊണ്ട് വെച്ചാണെങ്കിലും അവിടെ ഇടാമല്ലോ. അപ്പം ഉണങ്ങിക്കിട്ടുമല്ലോ. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഈ തുണി അകത്ത് തന്നെ സ്റ്റാൻഡ് വെച്ച് ഉണക്കുമായിരുന്നു. ആ സ്റ്റാൻഡ് ഇനി മുകളിൽ കൊണ്ട് വെച്ചാൽ പോരെ. അതും പോരെങ്കിൽ അഴ സൈഡിൽ എവിടെയെങ്കിലും കെട്ടണം. സൈഡിൽ കൂടെ കെട്ടിയേ പറ്റത്തില്ല, നടുക്കൂടെ തന്നെ കെട്ടണം. അങ്ങനെ വല്ലതും ചെയ്യണം. എന്തായാലും വലിയ ഈ എന്നാ പറയണേ, ഈ കാശ്മീരി തള്ളമാരൊക്കെ തലക്കെട്ടും കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെയ്യുന്ന പോലെ ഞാൻ ഇതും ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇതാ ഫ്രണ്ട് സൈഡിലെ ആ ഓടിട്ട ഭാഗത്തിൻ്റെ അവിടെയാണിതിപ്പം. അവിടെ ആ ഓടയിലൊക്കെ നല്ല പൊടിയായിരുന്നു, അതെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിപ്പം. പിന്നെ അടിച്ചുവാരി ആണേലും നല്ല നീളമുള്ളതുകൊണ്ട് നമുക്ക് കമന്ന് കടന്നൊന്നും ചെയ്യണ്ട, ദൈവത്തിൻ്റെ കൃപയാൽ. ഞാൻ അതുകൊണ്ട് അത് വെനിച്ചേട്ടനാണേലും അത് ആ സാധനം വെച്ച് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ കറുത്തൊക്കെ കാണുന്നത് സത്യത്തിൽ അതാ പായൽ പിടിക്കുന്നതായിരുന്നു. മഴയൊക്കെ പെയ്യുമ്പം പായൽ പിടിക്കത്തില്ല, അതാ അങ്ങനെ കറുപ്പൊക്കെ കാണുന്നത്. അതല്ലാതെ പൊടിയൊന്നുമല്ല, അതാ പായൽ പിടിച്ചിരിക്കുന്നത്. ഇനി അതെല്ലാം മറ്റേ പമ്പ് ഒരു സൈസില്ലേ വെള്ളം എന്നെ പ്രഷർ വാട്ടർ പമ്പ് കൊണ്ട് അങ്ങനെ എന്തോ സംഭവമുണ്ട്, അതുകൊണ്ട് അടിച്ച് കഴിക്കണം ഇനി അതെല്ലാം. എന്നിട്ട് ചെറിയൊരു കുട്ടി അടിച്ച് വിടുകയാണെങ്കിൽ നല്ല വെള്ളം നോർത്തിരിക്കുന്നു. ലാസ്റ്റ് ഞാൻ കുനിഞ്ഞ് നിന്നൊക്കെ അടിക്കുക. എന്നാന്ന് വെച്ചാൽ അതേ ഇനിയും ചെറിയൊരു പൊടി വല്ലതും ഉണ്ടെങ്കിൽ അത് നല്ലതായിട്ട് അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്താണ് ഞാൻ പിന്നെ അങ്ങനെ. ബെനിച്ചേട്ടൻ ഈർക്കിലി ചൂല് കൊണ്ട് കണ്ടോ അപ്പുറത്ത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുക, കൂട്ടി വെച്ചതൊക്കെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ അടിച്ചിട്ട് കൂട്ടി വെച്ച്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ വാരുമായിരുന്നു. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് തന്നെ അടിച്ച് വാരിക്കൊണ്ടുവന്നാൽ അത് ശരിയാകത്തില്ലല്ലോ, പാടല്ല. അപ്പം നമുക്ക് ആ കൂടുതലുള്ള സ്ഥലത്തൊക്കെ വെച്ച് ഞങ്ങളങ്ങ് അടിച്ച് വാരി കൂട്ടി വെച്ച് അടിച്ച് നല്ലതായിട്ട്. ബെനിച്ചേട്ടൻ പിന്നെ അങ്ങനെ മടിയൊന്നുമില്ല, എല്ലാം ഒരു നല്ല വൃത്തിക്ക് അങ്ങ് ചെയ്യും. അത് ഇന്ന് പുള്ളിക്ക് ഇന്ന് അവധി ആയതുകൊണ്ടാണ് ഇത് എല്ലാം ചെയ്തത്. ഞായറാഴ്ച സത്യത്തിൽ അങ്ങനെ പുള്ളി കൂടി ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഞായറാഴ്ച അത് ചെയ്യാമെന്ന് വെച്ചത്. രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ കുർബാനയ്ക്കൊക്കെ പോയി 5:45 കുർബാനയൊക്കെ കൂടി വന്ന് അത് കഴിഞ്ഞ് പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പരിപാടിക്ക് മുകളിലോട്ട് പോകുന്നത്. കുഞ്ഞോളാണ് പറയും എൻ്റെ ചേച്ചി, ഉറക്കം വരുന്നവർക്കെല്ലാം പറ്റിയ പണി, ഉറങ്ങുന്നവരെല്ലാം വേഗം പോയി ഇത് അടിച്ച് വാരി കളഞ്ഞോളാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ മുകളിലോട്ട് വന്ന് അടിച്ച് വാരുന്നു.
ഇനിയിപ്പം ഞങ്ങൾക്ക് വേറൊരു ഇതിൻ്റെ അകത്തൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മാങ്ങയൊക്കെ മുകളിൽ നിന്ന് തന്നെ പറിക്കാം. മാവ് പൂത്ത് നിൽപ്പുണ്ടല്ലോ, അത് ആ സൈഡിൽ നിന്ന് പറിക്കാമെന്നൊക്കെ ബെനിച്ചേട്ടൻ പറയുന്നു. മാസ്ക് കെട്ടിക്കഴിഞ്ഞാൽ പൊടി എന്തായാലും കയറും. മാസ്ക് കെട്ടിയാലും വലിയ പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഷാള് കെട്ടാന്ന് വെച്ചത്. അതാകുമ്പം കഴുത്തും ചെവിയും മൂക്കും എല്ലാം അങ്ങോട്ട് മൂടി ഇരുന്നോളൂല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ദേഹത്തോട്ടൊക്കെ ഈ പൊടി കയറുമല്ലോ. ചെവി കയറും, തല കയറും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു ഐഡിയ എടുത്തത്. കണ്ടോ എന്തോരാന്ന് നോക്കിക്കുക ഞങ്ങൾ വാരുന്നത്. താഴെ കൊണ്ട് 2 പ്രാവശ്യം ബെനിച്ചേട്ടൻ കളഞ്ഞേച്ച് വന്നു. അത് കഴിഞ്ഞ് അടുത്ത സെറ്റായത്. ഇന്നത്തെ ദിവസം ഈ ഒരു ഇത് ഇന്ന് കഴിയുമ്പം പിന്നെ ഞങ്ങൾ അടുത്തത് പിന്നെ അടുത്ത പണി കിടക്കുക. ഇത് കഴിയുമ്പം വേണം കോവലിന് പന്തലിടാൻ വേണ്ടി. അത് പക്ഷേ ഞങ്ങൾ 3 പേരും കൂടെ ചെയ്തുകൊണ്ട് വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ഇട്ടതൊന്ന് കാണിക്കാനേ പറ്റുള്ളൂ. എല്ലാം വാരി ആ ഏണിയൊക്കെ എല്ലാം എടുത്ത് വരിക്കണം. കുറേ സ്ക്രൂകളും എല്ലാം അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. അവരാ പണിക്കാർ ജോലിക്കാർ അന്ന് ജോലി ചെയ്തിട്ടിട്ട് പിന്നെ അവരുടെ കുറച്ച് ഡ്രസ്സുകൾ വരെ ചെയ്തുകൊണ്ടിരുന്ന അവരവിടെ ഇട്ടിട്ട് പോയിരുന്നു. അതെല്ലാം എടുത്ത് ഞങ്ങൾ കളഞ്ഞ് കുറച്ച്. അവർ വന്നില്ലല്ലോ എടുത്ത്. ഇതിപ്പം ഇട്ടിട്ട് ഏകദേശം കുറേ 10-15 ദിവസമായി. 15 കൂടുതലായി. ബെനിച്ചേട്ടൻ അത് കഴിഞ്ഞ് ടാങ്ക് അവിടെ വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡിൻ്റെ പൊക്കത്താണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ബെനിച്ചേട്ടൻ കയറി ടാങ്ക് നോക്കി അതിൻ്റെ അകത്ത് വല്ല ചെളിയുണ്ടോ ഇല്ലയോ എന്നിട്ട് കഴുകാമെന്ന് ഓർത്ത്. പക്ഷെ കുഴപ്പമില്ല, നല്ല ക്ലീനായിരുന്നു. അതുകൊണ്ട് ബെനിച്ചേട്ടൻ എന്താണ്ട ചൂലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോയി. ഞാനപ്പോഴത്തേക്ക് അത് മൊത്തം കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം അടിച്ച് വാരി ആ കൊട്ടയിലോട്ടിടുക. ചേട്ടൻ കുറേ ഇരുന്ന് ചെയ്തില്ല, പാവം മടുത്ത്. ബെനിച്ചേട്ടൻ ടാങ്ക് നോക്കുക, ടാങ്കിൽ വല്ല ഇതുണ്ടോ എന്നൊക്കെ. കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോവലിൻ്റെ പന്തലിടുന്ന തിരക്കില്ല. ഞാൻ അവരിടാൻ തുടങ്ങിയപ്പോൾ ഒന്ന് ജസ്റ്റ് ശകലം പിടിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടിയാണ് പിന്നെ ചെയ്തത്. എന്നാന്ന് വെച്ചാൽ ബെന്നിച്ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും പിന്നെ കൂടി
ആ ജനിച്ചേട്ടൻ ആ ഇവത്തേൽ എന്നാ പറയണേ ഏണിയെ കയറി ലാഡർ അവത്തെ കയറി നിന്ന് ചെയ്ത്. ഞാൻ പിന്നെ ആ ഇരിക്കുന്ന ആ ചെറിയ സ്റ്റൂളില്ല, ഫുഡ് സ്റ്റെപ്പ് അവത്തേൽ കയറി നിന്ന് ഞാനും പറ്റി. അത് കഴിഞ്ഞ് അവസാനം അതിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് എടുത്തത്. ലൂക്കാച്ചൻ കൂട്ടി കിടപ്പുണ്ട് കേട്ടോ, എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക പാവൻ ലൂക്കാച്ചൻ. ഇതാണിത് കണ്ടോ, ലൂക്കാച്ചനെ ഞാൻ കാണിച്ചില്ല. ഓക്കെ ബൈ.